സ്നേഹമുള്ളവരെ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നയപരിപാടികൾ അവസരവാദപരമാണെന്ന് പൊതുവെ ആക്ഷേപമുണ്ട്. മുമ്പ് സ്വീകരിച്ച നയസമീപനങ്ങൾ വോട്ട് കിട്ടുന്നതിന് തടസ്സമാണ് എങ്കിൽ അത് തിരുത്തിക്കുറിച്ച് പുതിയ സമീപനങ്ങൾ സമുദായത്തിനെ പണയം വെച്ചിട്ടെങ്കിലും നേടിയെടുക്കുവാനും ആവിഷ്കരിക്കുവാനും അവർ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നതും കാണാറുള്ളതും. മുനമ്പം വഖഫിൻ്റെ വിഷയത്തിലും അവർ കരണം മറിഞ്ഞിരിക്കുകയാണ്. 2022 നവംബറിൽ ലീഗിൻ്റെ പ്രധാന നേതാവായ KPA മജീദ് നിയമസഭയിൽ അവിടെ LDF സർക്കാരിൻ്റെ റവന്യൂ മന്ത്രി ഇടപെട്ടുകൊണ്ട് കുടിൽ കെട്ടി താമസിച്ച ആളുകൾക്ക് താൽക്കാലിക കരം അടക്കാൻ അനുമതി നൽകിയതിനെതിരെ അവർ കയ്യേറ്റക്കാരാണ് എന്നും അത് ശരിക്കും വഖഫ് ഭൂമിയാണ് എന്നും എല്ലാ പ്രമാണങ്ങളും തെളിവുകളും രേഖകളും കോടതി വിധികളും എല്ലാം ഉന്നയിച്ചുകൊണ്ട് മജീദ് സംസാരിക്കുകയും അങ്ങനെ സംസാരിച്ചതിൻ്റെ മറുപടി വഖഫ് മന്ത്രി നൽകുകയും താൽക്കാലികമായി കരം അടക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തതാണ് എന്നും അതുകൊണ്ട് സ്ഥിരമായി അവർക്കത് അവകാശപ്പെട്ടതല്ല എന്നുമൊക്കെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തീരുമാനമെടുത്ത ലീഗിൻ്റെ തീരുമാനം അവിടെ പറഞ്ഞത് LDF സർക്കാർ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ ഇപ്പോൾ ലീഗിൻ്റെ സമീപനം എന്താണ്? അവിടെ കുടികെട്ടി താമസിക്കുന്നവർ അനധികൃതരല്ല, അവർ പാവപ്പെട്ടവരാണ്, അവർക്ക് വീട് നഷ്ടപ്പെടരുത്, അവരുടെ വിഷയം രമ്യമായി പരിഹരിക്കണം. രമ്യമായി പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോടതി വിധിയും മറ്റും ഇതൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ രമ്യമായി പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ വിധിയും കോടതിയും വഖഫും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ വിഷയം പരിഹരിക്കണം എന്നാണ് പറയേണ്ടത്. ഇത് രമ്യമായി പരിഹരിക്കണമെന്ന് ലീഗ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം വഖഫാണെങ്കിലും ശരി അവിടെ തന്നെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ചില പദ്ധതികൾ ഉണ്ടാക്കണം. ഇനി വഖഫാന്ന് പറഞ്ഞാണ്ട് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കി നടക്കണ്ട. കാരണം അച്ചായന്മാരുടെ വോട്ടുകൾ നമ്മുടെ മുന്നണിക്കും പാർട്ടിക്കൊക്കെ കിട്ടണം. അതിനു വേണ്ടിയുള്ളൊരു സമീപനം വേണം എന്നാണിപ്പോൾ ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 2 വർഷത്തിനിടയ്ക്ക് സമുദായത്തെ ബാധിക്കുന്ന ഒരു വഖഫിൻ്റെ വിഷയത്തിൽ പോലും ഇവരുടെ ചാഞ്ചാട്ടം ഈ രീതിയിലാണ് എങ്കിൽ ഇവരുടെ പിരടിയിൽ സമുദായത്തിൻ്റെ മൊത്തം അവകാശങ്ങൾ കെട്ടിത്തൂക്കിക്കൊടുത്ത് സമുദായത്തിൻ്റെ കാര്യം മുഴുവനും ഇവർ നോക്കിക്കൊള്ളും എന്ന് ജൽപ്പിക്കുന്നത് ശരിയാണോ എന്ന് ലീഗ് അന്ന് അവകാശപ്പെട്ട ഇത് വഖഫ് തന്നെയാണെന്ന് ഖണ്ഡിതമായി സ്ഥാപിച്ച് മജീദിൻ്റെ സംസാരവും അനുബന്ധ കാര്യങ്ങളും നമുക്ക് കേൾക്കാം. സർ, 1950 മതവിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ വില്ലേജുകളിൽ സ്ഥിതി ചെയ്യുന്ന 44.76 ഏക്കർ സ്ഥലം കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാജിദ് സേട്ട് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. 2115/1950 നമ്പർ വഖഫ് ആധാരപ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസ് രേഖകളുണ്ട്. 2009 LDF സർക്കാർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജഡ്ജി MA നിസാർ ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ചേങ്ങാട് സെക്രട്ടറിയുമായ എൻക്വയറി കമ്മീഷന്റെ 26/6/2009 15ാം റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് റൂൾ അനുസരിച്ച് നടപടിക്കാൻ ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭൂമിയിൽ മേൽ നടന്നു വരുന്ന വ്യവഹാരങ്ങൾ നിയമവിരുദ്ധമാണ്. വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമിയിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തു വരുന്നത്. 20/5/2019 സംസ്ഥാന വഖഫ് ബോർഡിന്റെ നടപടിക്രമങ്ങൾ EP 655/2008 പ്രകാരം പ്രസ്തുഭൂമി ഫാറൂഖ് കോളേജ് സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും അത് ചെയ്യാത്ത പക്ഷം സ്വമേധയാ ഈ ഭൂമി രജിസ്റ്റർ ചെയ്യാനും ഈ ഉത്തരവ് ആവശ്യപ്പെടുന്നു. ഇത് വഖഫ് ഭൂമിയായതിനാൽ മുത്തബല്ലിക്കാണ് നികുതി നൽകുവാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഈ ഭൂമിക്ക് ആധാരപ്രകാരമുള്ള മുത്തബല്ലി എന്ന് നികുതി സ്വീകരിച്ചതിന് രേഖയുമുണ്ട്. എന്നാൽ 20/7/2022 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷയിച്ച നിയോഗത്തിന്റെ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി മിനിറ്റ്സ് കാണുന്നുണ്ട്. ഇത് നിയമലംഘനമാണ്. വഖഫ് ആക്ടിലെ 54 സൂചന പ്രകാരം SC കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ വിളിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും. ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ കാലതാമസം ഉണ്ടാകുന്നത് മറികടക്കാനാണ് കയ്യേറ്റക്കാർക്ക് നികുതി അടക്കാൻ അനുവാദം നൽകിയതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിമ്മ സാജുവത്ത് ഉത്തരമായി ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങ് നൽകിയിട്ടുള്ള ഉത്തരവിൽ തന്നെ ഈ 8/12 ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്.
2019 കേരള വഖഫ് ചട്ടത്തിലെ ചട്ടം 79 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതെന്നും പ്രസ്തുത വഖഫിന്റെ വസ്തുക്കൾ അനധികൃത കൈമാറ്റത്തിലൂടെ കൈവശം വെക്കുന്നവരിൽ നിന്ന് നികുതി സ്വീകരിക്കുകയും കൈവകാശ സർട്ടിഫിക്കറ്റ് നൽകുകയും പോക്കുവരവ് നടത്തി നൽകുകയും മറ്റു നടപടികൾ ചെയ്യുന്നതും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ച് ബന്ധപ്പെട്ട രാഷ്ട്രീയർക്കും വില്ലേജ് ഓഫീസർമാർക്കും വഖഫ് ബോർഡ് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് അങ്ങയുടെ ഉത്തരത്തിൽ പറയുന്നുണ്ട്. അങ്ങയുടെ ഉത്തരത്തിലോ അതിന്റെ മുമ്പ് ഇതിനെ സംബന്ധിച്ച് ചേർന്ന 27-22 യോഗത്തിൽ എവിടെയും ഒരു കോടതി വിധിയെ പറ്റി പരാമർശമേ ഇല്ല. അങ്ങനെ പരാമർശമില്ല. എന്നങ്ങ് പറയാൻ പോകുന്നത് കോടതി വിധി ഞങ്ങൾ പരിശോധിക്കണം. ഈ അങ്ങനെ കോടതി വിധിയിൽ പറയുന്നതന്നെ നിലവിലുള്ള നികുതി അടക്കുന്നവർക്ക് അതുമായി തുടരാനാണ് എന്ന് പറഞ്ഞാൽ നികുതി അടക്കുന്നത് മുത്തബല്ലിയാണ്, ഫാറൂഖ് കോളേജാണ്, അത് തുടരാനാണ് കോടതി വിധി. ഇനിയിപ്പോൾ അത് കോടതി വിധി എതിരാണെങ്കിൽ ആ കോടതി വിധിക്കെതിരെ ഗവൺമെന്റോ വഖഫ് ബോർഡ് അപ്പീൽ പോയിട്ടുണ്ടോ എന്നാണ് അങ്ങ് അറിയിക്കണം. ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് ഈ ചതിക്കുഴി കൊടുക്കരുത്. ഇത് വളരെ അപകടകരമായ സ്ഥിതിയാണ്. വഖഫ് ബോർഡ് ഒരിക്കലും അനാധീനപ്പെട്ടു പോകാനേ പറ്റില്ല. അത് കേന്ദ്ര വഖഫ് നിയമം അനുസരിച്ചുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് ചതിക്കുഴി കൊടുക്കരുത്. അങ്ങ് ജാഗ്രത പാലിക്കണം. ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും താല്പര്യം അങ്ങ് കാണിക്കണം എന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേരളത്തിലെ വഖഫ് ഭൂമികളുമായി ബന്ധപ്പെട്ട് ഒരു ഭൂമിയും അന്യാധീനപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ കാര്യം. അത് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ല. എറണാകുളം ജില്ലയിലെ കുഴിപ്പള്ളി, പള്ളിപ്പുറം എന്നീ വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന 404.76 ഏക്കർ സ്ഥലം കൊച്ചി പഴയന്നൂർ താലൂക്ക് മട്ടാഞ്ചേരി വില്ലേജിൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തി കോഴിക്കോട് ഫറൂഖ് കോളേജിന് വേണ്ടി ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 1950 ആണ്ട് നവംബർ മാസം 1-ാം തീയതി 2115 1950 നമ്പർ വഖഫ് ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ശ്രീ M.A. നിസാർ റിട്ടയർഡ് ജഡ്ജ് ചെയർമാനും അഡ്വക്കേറ്റ് അബൂബക്കർ ചെങ്ങാട് സെക്രട്ടറിയും വഖഫ് എൻക്വയറി കമ്മീഷന്റെ 26/6/2009 തീയതിയിലെ 15-ാം റിപ്പോർട്ട് പ്രകാരം പ്രസ്തുത ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പരാമർശിച്ചിട്ടുള്ളതും അന്യാധീനപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി വഖഫ് റൂൾ പ്രകാരം നടപടി സ്വീകരിക്കുന്ന ശുപാർശ ചെയ്യുകയുണ്ടായി. തുടർന്ന് വഖഫ് ബോർഡിൽ ലഭ്യമാക്കിയ നടപടി റിപ്പോർട്ടിന്റെ പ്രസ്തുത വിഷയം ബോർഡിന്റെ ജുഡീഷ്യൽ വിഭാഗത്തിന്റെ പരിഗണനയിലാണെന്ന വിവരം വഖഫ് ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. വഖഫ് ബോർഡ് മുമ്പാകെ 9950 AR നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഹമ്മദ് സിദ്ദീഖ് സെറ്റ് വഖഫിന് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ 2115-950 നമ്പർ വഖഫ് ആധാർ പ്രകാരം അവകാശപ്പെട്ട കുഴിപ്പള്ളി, പള്ളിപ്പുറം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന 404.76 ഏക്കറോളം വഖഫ് ഭൂമി അന്യാധീനപ്പെട്ട് തിരിച്ചുപിടിക്കുന്നതിനായി 2009 കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചട്ടം 79 പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നതും പ്രസ്തുത വഖഫിന്റെ സ്വത്തുക്കൾ അനധികൃത കൈമാറ്റത്തിന് കൈവശം വെക്കുന്നവരിൽ നിന്നും നികുതി സ്വീകരിക്കുകയും കൈകാര്യ സർട്ടിഫിക്കറ്റുകൾ നൽകുകയും പോക്കുവരവ് നടത്തി നൽകുകയും മറ്റു നടപടികൾ ഉൾക്കൊള്ളുകയും ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ബന്ധപ്പെട്ട തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർമാർക്കും വഖഫ് ബോർഡ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പ്രസ്തുത വിഷയത്തിൽ വഖഫ് ബോർഡ് പ്രകാരമുള്ള എൻക്വയറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടപടികൾ നടന്നുവരുന്നു. പ്രസ്തുത വിഷയം സംബന്ധിച്ച് 20/7/2024 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വഖഫ് ഭൂമി സംരക്ഷിക്കേണ്ട കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും എന്നാൽ പ്രസ്തുത ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വളരെയധികം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സാഹചര്യത്തിൽ നികുതി അടക്കുന്നത് കേവലം ഒരു ഫിസിക്കൽ എക്സൈസ് മാത്രമായിരുന്നതിനാലും ടൈറ്റിൽ അവകാശമായി അതിന് യാതൊരു ബന്ധവുമില്ലാത്തതിനാലും സർക്കാർ നികുതി ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനത്തിൽ കുറവ് വരാതിരിക്കാനും വേണ്ടി താൽക്കാലിക കരം അടക്കുവാൻ അനുവാദം നൽകുകയുണ്ടായി. എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്ന നടപടിക്രമങ്ങളുമായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻക്വയറി നടത്തുകയും ബന്ധപ്പെട്ടവർ കയ്യേറ്റക്കാർക്ക് ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകുകയും ഹിയറിംഗ് പൂർത്തിയാകുന്നവർക്ക് കയ്യേറ്റം പ്രഥമദൃഷ്ട്യാ തെളിയുന്ന പക്ഷം ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുന്നതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവരെ മാത്രമാണ് താൽക്കാലിക നികുതി സ്വീകരിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉൾപ്പെടെ പ്രത്യേക മന്ത്രിതല മോണിറ്ററിംഗ് കമ്മിറ്റിയും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഗവൺമെന്റ് വിട്ടുവീഴ്ച ചെയ്യുന്നതല്ല. മുമ്പ് ഫറൂഖ് കോളേജാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത്. ഈ ഭൂമി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ലീഗിൻ്റെ സമീപനം മുമ്പ് ഇത് സംബന്ധമായിട്ട് എന്താണ് എന്നും അന്ന് അത് വഖഫാണെന്ന് സമർത്ഥിച്ചവർ ഇന്ന് ലീഗിൻ്റെ പ്രസിഡന്റ് അടക്കം അച്ചായന്മാരുടെ പിതാക്കന്മാരുടെ അടുക്കളയിൽ പോയിട്ട് അവർക്ക് വീടുവേല ചെയ്യാൻ തയ്യാറാണ് എന്നും ഇതൊരു ഇഷ്യൂ ആക്കണ്ട എന്നും നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്ന ഈ കരിങ്കാലിപ്പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ നയം മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ
ഈ അച്ചായന്മാരുടെ കുറച്ച് വോട്ട് UDF കിട്ടണം. മുമ്പ് നിയമസഭയിൽ അവർ സമുദായത്തിൻ്റെ വിഷയം വിചാരിച്ചിട്ടല്ല, LDF അതിന് കരമടക്കാൻ അനുമതി കൊടുത്തു എന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു LDF തകർച്ചയ്ക്ക് വേണ്ടിയുള്ള പണിയാണ് അവരെടുത്തത്. അങ്ങനെ അതിനടിക്കാൻ വേണ്ടിയിട്ട് വഖഫാണെന്ന് ഉന്നയിച്ചു. ഇപ്പോൾ അത് തിരുത്താനും മുസ്ലിം സംഘടനകളെ കൊണ്ടൊക്കെ ഞങ്ങളുടെ നയം തന്നെയാണ് മുസ്ലിങ്ങളുടെ ഒക്കെ അഭിപ്രായമെന്ന് പറയിക്കാനും എല്ലാ വിഷയത്തിലും ലീഗ് എന്നും ചെയ്യാറുള്ള ആ വഞ്ചനയുടെ സമീപനം ഈ വിഷയത്തിലും എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ഇവരൊക്കെ പറയുന്നുണ്ട്. ആളുകൾ തന്നെയാണ് ഇത് വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന സമയത്ത്, ഇവരുടെ നോമിനി ചെയർമാനായിരുന്ന സമയത്താണ് ഇത് വഖഫാണെന്ന് ആണയിട്ട് ഉറപ്പിച്ചത്. ആ ഉറപ്പിച്ചതിന് നിയമസഭയിൽ ആധികാരിക രേഖയായി സബ്മിഷനായി KPM മജീദ് ഉന്നയിച്ചു. അങ്ങനെ വഖഫാണെന്ന് ലീഗിന് ഒരു കാലത്തും സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം ആധാരം തന്നെ വഖഫാണ്, കോടതി വിധി വഖഫാണ് എന്നാണ്. പിന്നെ അതിലെന്താ സംശയമുള്ളത്? അവിടെയുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ സർക്കാരും മറ്റുമൊക്കെ പരിഹരിക്കണം. അഥവാ അവിടെ നിന്ന് ഞങ്ങൾ ഒരു കാലത്ത് ഇറങ്ങൂല, എന്ത് കോടതി വിധിയാണെങ്കിലും എന്ത് വഖഫാണെന്ന് സ്ഥാപിക്കപ്പെട്ടാലും എന്നതിന് പിന്തുണ കൊടുക്കാം എന്നല്ല. അത് വഖഫാണെന്ന് ഈ സമുദായത്തിൻ്റെ വിഷയത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയും അവിടെ വഞ്ചിച്ച ഫാറൂഖ് കോളേജിനെതിരെ നടപടി വേണമെന്നും അവരെക്കൊണ്ട് പൊന്നും വിലക്കെങ്കിലും ഭൂമി വാങ്ങി ആ ആളുകളെ പുനരധിവസിപ്പിക്കാൻ അവർക്ക് വീട് കെട്ടി കൊടുക്കണമെന്നുമുള്ള ശക്തമായ നയമാണ് ലീഗ് സ്വീകരിക്കേണ്ടത്. നീതിയാണ്, ഉത്തരവാദിത്ത ബോധമാണ് അവർ നിർവഹിക്കുന്നതെങ്കിൽ. അല്ലാതെ കോടതി വിധിയും ആധാരവുമൊക്കെ പറയുന്ന വഖഫാണ് എന്നതിനെ തിരുത്തി എഴുതി വഖഫാണെങ്കിലും വേണ്ടില്ല ഇവർക്കവിടെ കുടികെട്ടി കൊടുക്കണമെന്ന VD സതീശൻ്റെ വിഡ്ഢിത്ത തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യലാണ് എങ്കിൽ മുസ്ലിം സമുദായം ഇവരുടെ ഈ കള്ളക്കളി ഈ വിഷയത്തിൽ നടത്തിയതും തിരിച്ചറിയും എന്നാണ് പറയാനുള്ളത്. സമുദായ താല്പര്യം ഇവർക്ക് തീരെയില്ല. ഇവർക്ക് മുന്നണിയുടെ ഇതര മുന്നണികളുടെ വിജയത്തിനെ തടുക്കാൻ സാന്ദർഭികമായി ഓരോ അടവുകൾ പറ്റുന്നു എന്നതിലപ്പുറം ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് സമുദായ മാനം നൽകേണ്ടതില്ല. നൽകി കാത്തിരിക്കുന്നത് വിഡ്ഢിത്തമായിരിക്കും എന്ന് മാത്രമേ നമുക്ക് അനുമാനിക്കാൻ വകയുള്ളൂ.